വേണ്ട കാണിച്ചെടുക്കട്ടെ കാണിച്ചാൽ കുറച്ച് അക്കടി തിന്നാ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ വെള്ളപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ ആകെ പൊന്തി അലമ്പായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. പുറത്ത് കൂടെയൊക്കെ തുളുമ്പിപ്പോയി. ഞാനെന്തായാലും അടിയിലൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കൗണ്ടർ ടോപ്പും വല്ലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ പാട് അതൊക്കെ ഒന്ന് വന്ന് നോക്കിയതേനി കേട്ടോ. പിന്നെ നമ്മുടെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിക്ക് കയറുന്നത്. ഇന്നിപ്പോൾ വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. നമുക്ക് ഇന്നൊരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളപ്പം പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ സെറ്റാക്കി കൊണ്ട് നിൽക്കുന്നത്. ഇന്ന് കുഞ്ഞുട്ടിൻ്റെ പെങ്ങളെ മോളെ നിക്കാഹാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ വേഗം ചടപടയെന്ന് ചായയും കടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയൊക്കെ കേട്ടോ. പിന്നെ എന്നോട് കമൻസിലടക്ക് ചോദിക്കണ ചോദ്യമാണ്, പ്രത്യേകിച്ച് ഷെഡിൽ നിന്നീന സമയത്ത് കേട്ടോ, എന്താ കുഞ്ഞുട്ടിൻ്റെ പെരക്കാരെ കുറിച്ചിട്ട് പറയാത്ത എന്താ ഓലെ കാണിച്ചു തരുന്നില്ലല്ലോ, ഓലേറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓലേറ്റ് തെറ്റിപ്പിരിഞ്ഞിട്ടാണോ ഷെഡിലേക്ക് മാറിയത്, അങ്ങനെ കുറേ അധികം സംശയങ്ങൾ വരലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോയിലും അതേപോലെ തന്നെ Q&Aയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ ഈ പുതിയ വീട്ടിൽ വെച്ച സമയത്തും കുറേ ആളുകൾ പറഞ്ഞ് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എന്താ കുഞ്ഞുട്ടിൻ്റെ വീട്ടുകാരൊന്നും പരിചയപ്പെടുത്തി തരാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. പോലെ ആരും വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാത്തൂമാരുണ്ടേനും മുത്തച്ചികളുണ്ടേനും ഓലാണ് ഇതൊക്കെ ചെടുത്ത സാധനങ്ങളൊക്കെ മാറ്റാൻ കൂടി തന്ന് തലേന്ന് പത്തിരി ഉണ്ടാക്കി തന്നതൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടേനു. പക്ഷെ എന്നാലും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ അറിയാഞ്ഞിട്ടൊരു ഇടങ്ങേറ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഇടങ്ങേറില്ലോൽക്ക് അത് വേണ്ട. അപ്പം ഞാൻ എന്തായാലും കുഞ്ഞുട്ടിൻ്റെ പെരക്കാരെ കാണിച്ചു തരുന്നില്ല, ഓലെ കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ. അപ്പം മാഷാ അല്ലാഹ് ഞാൻ വന്നന്ന് എങ്ങനെയാണോ അന്നത്തെ പോലെ ഇന്നും നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുട്ടിൻ്റെ കുടുംബങ്ങളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് തെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ വേറൊരു ഷെഡിക്ക് മാറിയത്. ഞാൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് 8 വർഷം നമ്മൾ കല്യാണം കഴിച്ചോണ്ട് ആ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ 8 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ തറവാട് നിൽക്കുന്ന സ്ഥലമൊക്കെ കുറച്ച് 18 സെൻറ്റ് സ്ഥലം ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഹരി ഭാഗമൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഞമ്മ കിട്ടിയ ഓഹരി കൂടെ 2 സെൻറ്റാണ് കേട്ടോ ഓഹരി കിട്ടിയ പോലെ. 7 മക്കളുണ്ട്, ഉമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഓഹരി വെച്ചിട്ട് പിന്നെ കിട്ടിയ 2 സെൻറ്റ് സ്ഥലത്ത് കൂടെ ബാക്കി നാത്തൂമാരുടെ 2 നാത്തൂമാരുണ്ട് എനിക്ക്. അപ്പോൾ ആ 2 നാത്തൂമാരതും പിന്നെ ഒരു മുത്തച്ഛൻ്റെതും അങ്ങനെ ഓല ഒരു നമ്മൾ വാങ്ങിയിട്ട് ഓൾക്ക് പൈസ എടുത്തിട്ട് അങ്ങനെ ആണ് 8 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ വീട് വെച്ചാണ് നിൽക്കുന്നത്. അതും പിന്നെ നമ്മൾ ആ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളൊരു ഷെഡ് പോലെയുള്ള സ്ഥലം കാണുന്നുണ്ടോ? അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, അതാണ് തറവാട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാനൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഇത്ര തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിന്ന് വീട് വെച്ച് നിൽക്കുക എന്ന് പറയില്ലല്ലോ. നമ്മളെന്നാൽ ഇനി വേറെ എവിടെയെങ്കിലൊക്കെ നമുക്ക് സ്ഥലം വാങ്ങാം, ഇവിടെ വീട് വെക്കണ്ടെന്ന് പറയുമല്ലോ. പക്ഷേ ഞാനിന്നും കുഞ്ഞുട്ടിൻ്റെ കുടുംബങ്ങളെ കൂട്ടത്തിൽ ഈ ഒരു ഇടയിൽ തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പം ചിലർക്കെല്ലാം സംശയമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഷെഡിക്ക് മാറിയത്, വീടായിട്ട് മാറിയാൽ പോരേനോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 8 വർഷം നമ്മൾ തറവാടിൽ നിന്നതിന് ശേഷം പിന്നെ മാറിയിട്ടുണ്ടായിരുന്നത്. തറവാടും പച്ച പൊളിഞ്ഞാടാനായിട്ടുള്ള ആ ഒരു രീതിയിലേനി. അപ്പം ഓഹരി വെച്ചപ്പോൾ പിന്നെ ചെറിയ മോനക്ക് തറവാട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ മോനാണ് കേട്ടോ എന്താ പറയുക എൻ്റെ കിട്ടിയോൻ്റെ അനിയന്. അപ്പോൾ ഓനാണ് ഇപ്പം തറവാട്ടിലുള്ളത്. അപ്പം നമ്മൾ വെച്ച ഷെഡ് ഉണ്ടല്ലോ അത് ഓല് വെച്ചതേന്. അപ്പോൾ ഓനും ഫാമിലിയും അവിടെ ഇനി ആദ്യം താമസിച്ചിരുന്നത്. അങ്ങനെ പിന്നെ ഓഹരി ഭാഗമൊക്കെ വെച്ചപ്പോൾ പിന്നെ ഓൽക്ക് തറവാട് കൊടുത്തപ്പോൾ തറവാട്ടിലേക്കും പോയി. അപ്പോൾ ഞങ്ങൾ ഈ ഷെഡിക്ക് മാറിയിട്ടോ. ഷെഡിൽ നിന്നാൽ വേഗം പെര കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടേന് കേട്ടോ. വേഗം പഞ്ചായത്തൊക്കെ എഴുതി കൊടുത്താലൊക്കെ കിട്ടും എന്നുള്ളത്. പക്ഷേ നമ്മളതിൽ 5 വർഷം നിന്നിട്ടും നമുക്ക് പഞ്ചായത്തിൻ്റെ പെരയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ തറവാടൊക്കെ നമ്മൾ ആ മാറിയ ഉടനെ തന്നെ പിന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലും പിന്നെ കുറച്ച് കാലം ഷെഡിലൊക്കെ തന്നെ ആയിരുന്നു താമസിച്ചിന്. കാരണം തറവാട് പട്ടികയും കൗക്കോലും ചുമരും ഒക്കെ പഴയ വീടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഓരോ സൈഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോരൽ തുടങ്ങിന്. അപ്പോൾ ലാസ്റ്റ് ഒന്നായിട്ട് തലയിൽ കൂടെ പൊളിഞ്ഞാടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആകെ മൊത്തം പൊളിച്ചിക്കാണ്ട് അങ്ങനെ ഷെഡിലേനി കേട്ടോ ഓലും താമസിച്ചിനത്. അപ്പോൾ മാഷാ അല്ലാ കുടുംബങ്ങളായിട്ടൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ല കേട്ടോ. ഞാനാണെങ്കിലോ എൻ്റെ കുടുംബങ്ങൾ മാത്രം മതി, കെട്ടിയവരുടെ കുടുംബങ്ങൾ വേണ്ട, അങ്ങനെ ചിന്തിക്കണ ആളും അല്ല. രണ്ട് കുടുംബങ്ങളും ഒരുപോലെ ഹാപ്പിയായിട്ട് എന്താ ഞാൻ എന്നെക്കൊണ്ട് ഒരാൾക്ക് ഉപകാരമില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കലുണ്ട് കേട്ടോ. അത് ആരെ കാര്യത്തിലായാലും ഒരാളെ ജീവിതത്തിൽ കയറിയിട്ട് ഇടപെടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുന്ന ഇക്കാരം നമുക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും ഹാപ്പിയായിട്ട് നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് കണ്ട് പോകുന്നത്. പക്ഷേ ഓലാരും എനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാനുള്ള ഇതില്ല. കാരണം ഓലാരും വീഡിയോയിൽ വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഓലെ കാണിച്ചു തരാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണിച്ചു തരാതിരിക്കുമ്പോൾ പലരുടെയും ഒരു തെറ്റിദ്ധാരണ അതാണ്, ഓള് കുടുംബങ്ങളായിട്ട് ഒരുമല്ലായിട്ടേക്കും കാണിച്ചു തരാത്തതെന്ന്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്നിട്ടും സംശയം നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളെൻ്റെ വീട്ടിൽ ഒരു ദിവസം വരി, ഞാൻ ഓലൊക്കെ കൊണ്ട് കാണിച്ചു തരാം. പക്ഷേ എന്നാലും ക്യാമറയുടെ മുന്നിൽ ഓലാരും വരില്ല. അതാണല്ലേ പ്രശ്നം. പക്ഷേ എൻ്റെ വീഡിയോ ഒക്കെ പോലെ എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കാണും. അതേപോലെ തന്നെ എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത് വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ, ഇത് ഷൂട്ട് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണൊക്കെ വാങ്ങിയിട്ടൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ തരും. അങ്ങനെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഞാനും തന്നെ എനിക്കിങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങളും അതും ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനാണ് ഇഷ്ടം. എൻ്റെ ആ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് പിന്നെ മറ്റൊരാളെ എൻ്റെ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വീഡിയോയിൽ വരെ അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കലില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർബന്ധിച്ച് ഓൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഓലെ കാണാതെ പോലെ വീഡിയോ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യാത്തത് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കാര്യം വീരൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളപ്പവും മുട്ടക്കറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ചായയുടെയും കഴിഞ്ഞ് ഞാൻ പിന്നെ പാത്രം കഴുകാൻ നിന്നു കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പം ഇനി എല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. എല്ലാവരും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. ഇപ്പം ഇന്ന് ഫുഡൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു 10-10:30 ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഉച്ചക്കാണ് നിക്കാഹും. അപ്പം ഞങ്ങൾ വേഗം ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്നെല്ലാം ഒന്ന് റെഡിയാക്കി ഇട്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുട്ടിനോട് ഞാൻ കുടിക്കും കൂടി ഒന്ന് പോയി വരണേ എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിപ്പിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഏതായാലും നാത്തൂൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ പോകാനുള്ളൂ കേട്ടോ. നമ്മളെ വരിക്ക് പോത്തലിലാണ് നാത്തൂൻ്റെ വീട്. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങനെ പോയാലും നമ്മളെ വീടെത്തുക. അപ്പോൾ പിന്നെ കുഞ്ഞുട്ടി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടുവച്ചോളം എന്ന് പറഞ്ഞാൽ തിരക്കിട്ട് പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയ്ക്ക് മാറാലട്ടി ഉണ്ടപ്പോഴേ അതുകൊണ്ടൊന്ന് മാറാലട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെയാണ് മാറാലട്ടി വാങ്ങിയത് കേട്ടോ. ഇന്നലെ തൊട്ട് തട്ടലോട് തട്ടലേനി. സേനമോൻ്റെ ഭഗവൻ തട്ടുന്ന്, നിയമോളെ ഭഗവൻ തട്ടുന്ന്, അജുവിൻ്റെ ഭഗവന് അതൊക്കെ കഴിഞ്ഞ് ഓൽക്ക് എത്താത്തോടെ എന്താ ഇപ്പം രാവിലെ നീച്ചപ്പോൾ കുഞ്ഞുട്ടി എന്നാൽ പിന്നെ അങ്ങോട്ട് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. എന്നും ഈ കൗതുകം ഉണ്ടായാൽ മതിയേനു. എന്നാൽ പിന്നെ എനിക്ക് മാറാലട്ടണ ഭാഗം നോക്കണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ജനുവോലും അഫിമോളും പന്തളിയും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പാത്രം കേൾക്കണീൻ്റെ ഇടയ്ക്ക് ക്യാമറ ഇവിടെ കൊണ്ടുവന്ന് കൊളുത്തി വെച്ച് കണ്ട് പോയതിനെ. പക്ഷെ ക്യാമറ ഓഫ് ചെയ്യിക്കാരെന്നില്ല ഇതിൽ ഇക്കാരം മൂപ്പര് ഇങ്ങനെ അടുത്തു കൂടെയൊക്കെ വന്ന് തട്ടണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ക്യാമറ എന്ന് വെച്ചതിന് മുന്നിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുന്ന ആളാണ് കേട്ടോ. ഇപ്പം എന്തേ ആവോ ക്യാമറയുടെ മുന്നിലൊക്കെ ഫുള്ളായിട്ട് കിട്ടിയിരിക്കണ ആളെ. അപ്പം ഇനി കെട്ടിയോനെ കാണാത്തോല് ശരിക്കും കണ്ടോളിട്ടോ. ഇതാണ് എൻ്റെ കെട്ടിയോനെ. എല്ലാ വീഡിയോയിലൊന്നും കാണാൻ കിട്ടൂല കേട്ടോ ആളെ. കാരണം ചില സമയത്തൊന്നും മൂപ്പരെ ഉള്ള സമയത്താവൂല വീഡിയോ എടുക്കണത്. അങ്ങനെ ആവും. ചില സമയത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറും വീഡിയോ എന്ന് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കള ക്ലീനാക്കിയപ്പോൾ തന്നെ അടുക്കളയ്ക്ക് എത്തിക്കണേ. ഞാൻ ഈ വക പണിക്കൊന്നും കൂടി കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം അതിന് കൂടിയാൽ നമ്മൾ വിചാരിച്ച നേരത്തൊന്നും നമുക്ക് ഇറങ്ങൽ നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ വക പണിക്കൊന്നും കൂടാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഞാൻ പിന്നെ വേഗം ഞങ്ങളെ കുളിയും നനയും ഒരുങ്ങലൊക്കെ ആയി. അങ്ങനെ അതാ ഞങ്ങളൊക്കെ ഒരുങ്ങി ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കാര്യസ്ഥന് ഗൃഹനാഥന് വീട് ലോക്ക് ചെയ്യണത് നോക്കി നിൽക്കണം കേട്ടോ നമ്മളെ കാര്യസ്ഥന്. പിന്നെ ഈ സമയത്ത് അജുവിനെ കാണാത്ത എന്താ വെച്ചാൽ ഇളച്ചനും നാത്തൂനും ഒക്കെ പോയപ്പം ഓലെ കാറിൽ കയറിയിട്ട് അജു പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് അജുവിനെ കാണാത്തത് കേട്ടോ.
അങ്ങനെ പിന്നെ ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തിന് 10:30 11 മണിയായി. ഞങ്ങൾ മാറ്റി ഒരുങ്ങി വന്നപ്പോഴേക്കും സമയം എത്ര ആയിട്ടോ, നല്ല നട്ടുച്ച വെയിലായി. ഇന്നലെ വരെ മഴ തന്നെയായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത് വെയിൽ, നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞാത്തയും കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വെച്ച് കളിച്ചണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ നിക്കാഹ്. അപ്പോൾ നിക്കാഹിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എത്തിയിട്ടും ഞാൻ വലിയ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത് കേട്ടോ, അധികം ആളുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ ഫ്രണ്ട്സൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇതിലൊക്കെ പറയാം അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നീൻ്റെ ബാക്കിലാണ് കേട്ടോ ഓരോരുത്തരായിട്ട് എത്തിയത്. ഞങ്ങളും ഇളച്ചി നാത്തൂനൊക്കെയാണ് ഫസ്റ്റ് എത്തി. ഞങ്ങളെന്താ ചെയ്യാന്നോ, എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ വേണ്ട 5 കൊടുക്കണ്ട, കാണിച്ചാൽ കുറച്ച് വിട്ടില്ല. അതിൻ്റെ അടുത്ത് സെരുമോൻ്റെ ഓരോരോ അഭിപ്രായങ്ങൾ കണ്ടപ്പോൾ പറയാൻ വന്ന കാര്യം കേട്ട് പിന്നെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇളച്ചികളും മുത്തച്ചികളൊക്കെ പരസ്പരം കോൾ ചെയ്തിട്ട് ഞങ്ങൾക്കൊപ്പം പോവുകയല്ലേ അറിയും. ഇനിയിപ്പോൾ അവനാൻ്റെ വണ്ടികളിലായാലും അവിടെ എത്തുന്ന സമയത്ത് ഒന്നിച്ചെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒക്കെ കോൾ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോവുക. അങ്ങനെ ഇപ്പോൾ ഇതാ ചെക്കനൊക്കെ വന്ന് നിക്കാഹൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പൊതുവേ പുറത്തിറങ്ങിയ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പെരീന്ന് ഇങ്ങനെ ഞാൻ എടുക്കാന്നല്ലാതെ. അപ്പം ഇതൊക്കെ നീയക്കുട്ടിയാണ് കേട്ടോ പോയി എടുത്തിട്ടുണ്ടതിന്, അതുകൊണ്ടാണ് അവളെ കയ്യും തലയൊക്കെ ഇടക്ക് കാണുന്നത്. പിന്നെ ഞാൻ തന്നെ ഇനിയിപ്പോൾ പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ തല വെട്ടു പാല് വെട്ടു അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം വന്നാൽ പിന്നെ അതും ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ആരെയും ഫേസ് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതാ നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെക്കന് പൊക്കിയിട്ട് അവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. പെണ്ണിൻ്റെ എൻട്രിയാണ് കേട്ടോ. അങ്ങനെ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡിൻ്റെ സെക്ഷനൊക്കെ എത്തിയപ്പോൾ ഓടി ചെന്നൊരു അറ്റാക്ക് ചെയ്യാൻ കേട്ടോ. കാരണം രാവിലെ ചായ കുടിച്ച പാട് പോകുന്നതാണ്, നല്ല വിശന്നിട്ടുണ്ടെങ്കിലും. ചെക്കന് വന്ന് അത് ഒക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച അടുത്തേക്ക് എത്തിയപ്പോൾ 2:30 ആയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നല്ല വിശപ്പുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങളിതാ, ഞാൻ പറഞ്ഞില്ലേ കുടിക്ക് പോകണമെന്ന് കുഞ്ഞിട്ടിനോട് പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ ഇതാ ഇവിടെ എത്തിക്കണം കേട്ടോ. ഇന്നലെ ഫോൺ വിളിച്ചപ്പോഴേ ഉമ്മാനൊക്കെ ഒന്ന് ഫോൺ വാങ്ങി ഒരു 4 ആനി അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഓനോട് കാണാൻ പൂതിയാക്കല്. അപ്പം എന്നാൽ പിന്നെ ഒന്ന് വന്ന് കണ്ട് ഏതായാലും ഇവിടെ അടുത്ത് വരെ എത്തിയില്ലേ, അപ്പോൾ ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ച്. ആനി എന്ന് പറയുന്നത് ആൻറ്റീന്ന് വിളിച്ചതാണ് കേട്ടോ, ഓന് ആനി എന്നാണ് വിളിച്ച. അങ്ങനെ കുറച്ച് സമയം അവിടെയും കുത്തിർന്ന് അവിടുന്ന് ഒരു ചായയും കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ മടക്കയാത്രയിലാണ് കേട്ടോ. തിരിച്ച് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരേണ്ട, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ.